Dear friends, welcome to my class. Learn English Grammar with Madhav Mash. മുമ്പ് പറയുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ വേണ്ട പോലെ ശ്രദ്ധിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്കത് ചെറിയതായ തരത്തിലെങ്കിലും ഉപകാരപ്രദമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തുടർന്നും എൻ്റെ ക്ലാസ്സുകളെല്ലാം കേൾക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് റിപ്പോർട്ടിംഗ് വെർബിലെ അവസാനത്തെ ഭാഗമായ ഇൻഡയറക്റ്റ് സ്പീച്ചിലെ റിപ്പോർട്ടർ സ്പീച്ചിലെ അവസാനത്തെ പാർട്ടായ യെസ് ഓർ നോ ക്വസ്റ്റിനെ കുറിച്ചാണ്. ഇൻ ദ ലാസ്റ്റ് ക്ലാസ് ഐ ടോൾഡ് യു അബൌട്ട് വേവേഡ് ക്വസ്റ്റ്യൻ WH ക്വസ്റ്റ്യൻസ്. അതിനെ റിപ്പോർട്ട് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. അതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ചോദ്യമല്ലാതായി മാറും. ചോദ്യമല്ലാതായി മാറും. അതിപ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ തന്നെ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ പല പ്രാവശ്യം I repeatedly told you that yes or no questions always begins with a modal auxiliary verb or auxiliary verb. A sentence which begins with an auxiliary verb is always end in an interrogative mark, with an interrogative mark, and there will be the inversion of subject and auxiliary in the sentence. ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എപ്പോഴും അവസാനിക്കുന്നത് ചോദ്യാടയാളത്തിലായിരിക്കും. ചോദ്യാടയാളം ഇട്ടതുകൊണ്ട് ചോദ്യമാവണമെന്നില്ല, പക്ഷേ ആ സെൻറ്റൻസിൽ തന്നെ ആ സബ്ജക്റ്റ് വെർബ് ഇൻവേർട്ടഡായി മാറി തല തിരിഞ്ഞ് വരും. അങ്ങനെയാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ നമ്മൾ തിരിച്ചറിയാവുന്നത്. സാധാരണ തുടക്കത്തിൽ തന്നെ ഒരു സഹായക്രിയ ഉണ്ടായിരിക്കും. സഹായക്രിയകൾ പൊതുവെ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടാവും, 24 സഹായക്രിയകളുണ്ടെന്ന് പറഞ്ഞു. അറിയാലോ, ഞാൻ ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഈസ്, എം, ആർ, വാസ്, വേർ എന്നുള്ള ബി രൂപങ്ങളായിട്ടുള്ള 5 എണ്ണം, ഡു രൂപങ്ങളായിട്ടുള്ള ഡു, ഡസ്, ഡിഡ്, ഹാസ് രൂപങ്ങളായിട്ടുള്ള ഹാസ്, ഹാവ്, ഹാഡ്, അങ്ങനെ 11 പ്രൈമറി ഓക്സിലറി വെർബും 13 മോഡൽ ഓക്സിലറി വെർബും. MODEL അല്ല, MODAL എന്നാണ്. ബിൽഡ്, ഷാല്, മേക്ക്, അതിൻ്റെ പാസ്റ്റ് ടെൻസ് വുഡ്, ഷുഡ്, മൈറ്റ്, കുഡ്, മസ്റ്റ്, ഡയർ, നീഡ്, ഓട്ട്, ടു, യൂസ്, വുഡ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ 8 5 13 സഹായക്രിയകൾ, മോഡൽ ഓക്സിലറി വെർബ്, 11 പ്രൈമറി ഓക്സിലറി വെർബ്, അങ്ങനെ 24 മോഡൽ ഓക്സിലറി വെർബുകളാണ്, 24 സഹായക്രിയകളാണ് ഉള്ളത്. ഈ സഹായക്രിയകൾ വെച്ച് തുടങ്ങുന്ന ചോദ്യങ്ങളെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയും. ഈ യെസ് ഓർ നോ ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. തുടങ്ങാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയാം, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു വെർബ് ഉണ്ടാവും. അത് സെഡ് എന്നാണെങ്കിൽ ആസ്ക്ഡ് എന്നാക്കണം. റിപ്പോർട്ട് വെർബ് കഴിഞ്ഞ ഉടനെ റിപ്പോർട്ട് ചെയ്യേണ്ട സെൻറ്റൻസിലെ റിപ്പോർട്ടിംഗ് വെർബിനോട് കൂടി കൂട്ടാനായിട്ട് ഈഫ് അല്ലെങ്കിൽ വെദർ ചേർക്കണം. അപ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എങ്ങനെ തിരിച്ചറിയാം? സഹായക്രിയകളായിട്ടുള്ള മോഡൽ ഓക്സിലറിയോ പ്രൈമറി ഓക്സിലറി വെർബ് വെച്ച് തുടങ്ങിയിട്ടായിരിക്കും വാചകം. അങ്ങനെ യെസ് ഓർ നോ ക്വസ്റ്റ്യനെ തിരിച്ചറിയാം. സഹായക്രിയകൾ വെച്ച് തുടങ്ങണം. ക്വസ്റ്റ്യൻസ് വേവേഡ് വെച്ചിട്ട് തുടങ്ങണം. അതിലും സബ്ജക്റ്റ് മുമ്പ് സഹായക്രിയ വേണമെന്നുള്ള നിയമമൊക്കെ ശരി തന്നെയാണ്. ഇതിലും അങ്ങനെ തന്നെ സബ്ജക്റ്റ് മുമ്പ് സഹായക്രിയ വേണം, പക്ഷേ തുടങ്ങുന്നത് ഒരു സഹായക്രിയയിലായിരിക്കും. അപ്പോൾ സഹായക്രിയ വെച്ച് തുടങ്ങുന്ന ചോദ്യമാണെന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യനാണ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എപ്പോഴും റിപ്പോർട്ടിംഗ് വെർബ് എന്താക്കി പറയണം? സെഡ് എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും എൻക്വയർഡെന്നോ ആസ്ക്ഡെന്നോ ആക്കണം. റിപ്പോർട്ടിംഗ് വെർബ് എൻക്വയർഡെന്നോ ആസ്ക്ഡെന്നോ ആക്കണം. കൊട്ടേഷനുള്ള വാചകത്തിനെ കറസ്പോണ്ടിങ് പാസ്റ്റ് ടെൻസ് ആക്കണം. ചോദ്യമാണെങ്കിൽ ചോദ്യമല്ലാതാക്കണം. ചോദ്യമല്ലാതാക്കണമെങ്കിൽ സബ്ജക്റ്റിന് മുമ്പ് സഹായക്രിയ വന്നിട്ടുണ്ടെങ്കിൽ സഹായക്രിയ സബ്ജക്റ്റ് ശേഷമാക്കണം. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ സഹായക്രിയയും അടിസ്ഥാനക്രിയയും കൂടി കൂട്ടിയിട്ട് ഒറ്റ വാക്കാക്കേണ്ടി വരും. പൊതുവെ വാചകത്തിൽ കൊട്ടേഷനിൽ കാണുന്ന വാചകത്തിലെ ടെൻസ് ഏതാണോ അതിൻ്റെ കറസ്പോണ്ടിങ് നേരെ പാസ്റ്റ് ടെൻസ്. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ്, സിമ്പിൾ പ്രസൻ്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ മാറ്റേണ്ട കാര്യമില്ല. സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ ഫ്യൂച്ചറിൽ പാസ്റ്റ്.
പ്രസൻറ്റ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ്. അതേസമയം സദാസത്യവാക്യങ്ങൾ യൂണിവേഴ്സൽ ട്രൂത്ത് ആണെങ്കിൽ ഈ പറയുന്ന നിയമം ബാധകമല്ല. അതായത് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്നുള്ളത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ടീച്ചർ സെഡ് ദാറ്റ് ദ സൺ റോസ് ഇൻ ദ ഈസ്റ്റ് എന്ന് പറയേണ്ട കാര്യം ഇല്ല. അത് യൂണിവേഴ്സൽ ട്രൂത്താണ്. ഗോഡ് ഈസ് ലവ്, ഗോഡ് വാസ് ലവ് എന്ന് പറയേണ്ട കാര്യം ഇല്ല. സദാസത്യമായിട്ടുള്ള യൂണിവേഴ്സൽ ട്രൂത്തായുള്ള കാര്യങ്ങൾക്ക് പാസ്റ്റ് ടെൻസ് ആക്കേണ്ട നിയമം ബാധകമല്ല. അപ്പോൾ പറഞ്ഞു റിപ്പോർട്ടിംഗ് വെർബ് റിപ്പോർട്ട് ചെയ്യേണ്ട യെസ് ഓർ നോസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? റിപ്പോർട്ടിംഗ് വെർബ് ആസ്കിടുന്നോ എൻക്വയർഡ് ആക്കണം. അത് കഴിഞ്ഞ് കൊട്ടേഷനുള്ള വാചകത്തിലെ ടെൻസ് ഏതാണോ അതിൻ്റെ കറസ്പോണ്ടിങ് പാസ്റ്റ് ടെൻസ് ആക്കണം. ഈ റിപ്പോർട്ടിംഗ് വെർബ് റിപ്പോർട്ടിൻ്റെ സെൻറ്റൻസ് കൂടി കൂട്ടാനായിട്ട് കൺജങ്ഷൻ വേണം. വെദർ അല്ലെങ്കിൽ ഈഫ് ആണ്. വെദറിൻ്റെ WEADHER കാലാവസ്ഥ, WHEDHER ആണോ അല്ലയോ, ഉണ്ടോ ഇല്ലയോ എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ ഈഫ്, ഈഫിനെ ഇവിടെ ഈഫ് ഉപയോഗിക്കുന്നത് കണ്ടീഷൻ ക്ലോസ് ആയിട്ടല്ല, മനസ്സിലായ? ഇവിടെ ഈഫ് എന്നുള്ളത് ആണോ അല്ലയോ എന്നാണ് അർത്ഥം വരുന്നത്. സാധാരണ നമ്മൾ സബോർഡിനേറ്റ് ക്ലോസിന് ഈഫ് വയ്ക്കാറുണ്ട്. അപ്പോൾ അവിടെ കണ്ടീഷനാണ് കാണിക്കുക, ഇവിടെ കണ്ടീഷനല്ല, ആണോ അല്ലയോ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ വെദർ അല്ലെങ്കിൽ ഈഫ് എന്നുള്ള കൺജങ്ഷൻ ഉപയോഗിച്ചിട്ടാണ് റിപ്പോർട്ടിംഗ് വെർബിനെയും റിപ്പോർട്ട് ചെയ്യേണ്ട വാചകത്തിനെയും കൂടി ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ സെഡിൽ നിന്നാണെങ്കിൽ ആസ്കഡ് എന്നാക്കി, ഈഫ് അല്ലെങ്കിൽ വെദർ വെച്ചു. ഇനി കാണുന്ന വാചകത്തിന് ചോദ്യവാചകത്തെ ചോദ്യം അല്ലാണ്ട് മാറ്റണം. അപ്പോൾ ചോദ്യം അല്ലാണ്ടാക്കി മാറ്റണമെങ്കിൽ സഹായിക്കുക സബ്ജക്റ്റിന് ശേഷമാക്കണം. അപ്പോൾ വെർബിന് കൂടി ചേരുമ്പോൾ കൂട്ടിച്ചേർക്കാവുന്നതാണെങ്കിൽ കൂട്ടിച്ചേർക്കാൻ പറ്റാത്തതാണെങ്കിൽ ഈസ് കമ്മിങ്ങിൽ വാസാക്കാം. അതേസമയം ഡു കം എന്നുള്ള എന്തൊക്കെയോ ഒറ്റ വാക്ക് കം എന്നാക്കാം, എന്നിട്ട് കെയിം ആക്കുക, അങ്ങനെ പാസ്റ്റ് ടെൻസ് ആക്കാം. അപ്പോൾ അങ്ങനെ സിമ്പിൾ പ്രസൻറ്റിനെ സിമ്പിൾ പാസ്റ്റ് ആക്കുന്നു, പാസ്റ്റ് പെർഫെക്റ്റിനെ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കുന്നു, പ്രസൻറ്റ് പെർഫെക്റ്റിനെ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കുന്നു. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റിനെയും സിമ്പിൾ പാസ്റ്റിനെയും പാസ്റ്റ് പെർഫെക്റ്റ് ആക്കാം. ചില അവസരങ്ങളിൽ നമുക്ക് പാസ്റ്റ് ടെൻസ് ആയിട്ട് തന്നിട്ടുള്ള വാചകത്തിനെ പാസ്റ്റ് ടെൻസ് ആയിട്ട് തന്നെ നിലനിർത്തുകയും ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. ഏതൊരു യെസ് ഓർ നോസിനെ റിപ്പോർട്ട് ചെയ്യാൻ ഉള്ളപ്പോൾ പഠിക്കേണ്ട കാര്യം. വേറെ ഒന്നും കാര്യമായിട്ട് പറയാൻ ഇല്ല. നമുക്ക് എക്സാമ്പിൾ ഓരോന്നായിട്ട് പോവാം. ബോർഡിലേക്ക് നോക്കാം. ഹിയർ ദ റിപ്പോർട്ടിംഗ് വെർബ് ഹാസ് ടു ബി ഫോളോഡ് ബൈ വെദർ അല്ലെങ്കിൽ ഇഫ്. റിപ്പോർട്ടിംഗ് വെർബ് കഴിഞ്ഞ ഉടനെ അത് ഹാസ് ടു ബി ഫോളോഡ് ബൈ വെദർ അല്ലെങ്കിൽ ഇഫ്. അത് മറക്കണ്ട. ഇത് യെസ് ഓർ നോസിന്റെ കാര്യങ്ങളാണ് പറയാൻ കേട്ടോ. ഒരു എക്സാമ്പിൾ, ദ ഫാദർ ആസ്ക്ഡ് ഹിസ് സൺ ഹാവ് യു ഡൺ യുവർ ഹോംവർക്ക്. ഹാവ് യു ഡൺ യുവർ ഹോംവർക്ക് എന്ന് ഹാവ് എന്ന് വെച്ച് തുടങ്ങിയതുകൊണ്ട് അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കാൻ സഹായക്രിയയാണ്. ഹാവ് ഡൺ എന്നാണ് വെർബ് കേട്ടോ. അപ്പോൾ സബ്ജക്റ്റിന് മുമ്പ് സഹായക്രിയ യു എന്നുള്ള സബ്ജക്റ്റ്, ഹാവ് എന്നുള്ള സഹായക്രിയ അതേ മുമ്പ് വന്നു. യു സബ്ജക്റ്റ്, ഹാവ് മുമ്പ് വന്നു. ഹാവ് യു ഡൺ യുവർ ഹോംവർക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചോദ്യം അല്ലാണ്ടാവണമെങ്കിൽ ഹാവ് ഇങ്ങേപ്പുറത്തേക്ക് വരണം. ഹാവ് ഡൺ പ്രസന്റ് പെർഫെക്റ്റ് ആകുമ്പോൾ ഹാഡ് ഡൺ ആവും. അപ്പം എന്ന് പറഞ്ഞിട്ട് ഫാദർ ആസ്ക്ഡ് ഹിസ് സൺ. ഇനി എന്താ വയ്ക്കേണ്ടത്? ഈഫ് അല്ലെങ്കിൽ വെദർ വയ്ക്കണം. വെദർ ഓർ ഈഫ്. സണ്ണിനാകുമ്പോൾ യു അല്ലേ, അപ്പോൾ ഹീ എന്നിട്ട് വരും. ഹീ വെദർ ഹീ ഹാഡ് ഡൺ ഹിസ് ഹോംവർക്ക്. വൺസ് അഗൈൻ ദ ഫാദർ ആസ്ക്ഡ് ഹിസ് സൺ വെദർ അല്ലെങ്കിൽ ഈഫ് ഹീ ഹാഡ് ഡൺ. ഹാവ് ഡൺ നിങ്ങൾ പോയിട്ട് സബ്ജക്റ്റ് ഇങ്ങോട്ട് വരും, സഹായക്രിയ അങ്ങോട്ട് പോകും. അപ്പോൾ ഹാവ് ഡൺ നിങ്ങൾ പ്രസന്റ് പെർഫെക്റ്റ് ആണ്, അത് പാസ്റ്റ് പെർഫെക്റ്റ് ആക്കുമ്പോൾ ഹാഡ് ഡൺ യുവർ ഹിസ് ഹോംവർക്ക്. ഫുൾ സ്റ്റോപ്പ്. പിന്നെ ചോദ്യം അടയാളില്ല. ചോദ്യമല്ലാതായി മാറും. റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചോദ്യമല്ലാതായി മാറും. സെക്കൻഡ് എക്സാമ്പിൾ, ദ ബോയ് സെഡ് ടു ഹിസ് ഫ്രണ്ട്, കൂട്ടുകാരനോട് പറഞ്ഞു, വിൽ യു കം ആൻഡ് ഹെൽപ്പ് മീ ടു ഡു ദ ഹോംവർക്ക്. നീ വന്ന് എന്നെ എൻ്റെ അവിടേക്ക് വരുമോ, എന്നിട്ട് എന്നെ ഹോംവർക്ക് ചെയ്യാൻ സഹായിക്കുമോ? ഇത് സിമ്പിൾ ഫ്യൂച്ചറാണ്. വിൽ കം. അപ്പോൾ വിൽ കം എന്നുള്ളത് എന്തായി മാറും? അതിൻ്റെ പാസൻസ് എന്താ? വിൽ കമ്മിൻ്റെ പാസൻസ് വുഡ് കം എന്നാവും. യു ഇങ്ങോട്ട് വരിക. ഈ യു എന്നുള്ള ഫ്രണ്ട് അല്ല, അപ്പോൾ ഹി അല്ലേ. ദ ബോയ് സെഡ് ടു എന്നുള്ള കാര്യം മാറ്റും. റിപ്പോർട്ടർ പറഞ്ഞ എന്താക്കും? ആസ്ക്ഡ് ഹിസ് ഫ്രണ്ട്. സെഡ് ടു എന്ന് പകരം ആസ്ക്ഡ് ടു എന്നൊന്നുമില്ല. ആസ്ക്ഡ് ഹിസ് ഫ്രണ്ട്. ഈഫ് അല്ലെങ്കിൽ വെദർ ഹി വിൽ കം എന്നുള്ളത് പോയിട്ട് ഹി വുഡ് കം ആൻഡ് ഹെൽപ്പ് ഹിം ടു ഡു ദ ഹോംവർക്ക്. ഇതൊക്കെ ടു ഇൻഫിനിറ്റീവ് ആണ്. അതിന് പാസ്റ്റൻസ് ആക്കേണ്ടത്. ഇതിന് ഇൻഫിനിറ്റീവ് പറയുമ്പോൾ വിൽ കം എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഹെൽപ്പ് എന്നുള്ളത് വിൽ ഹെൽപ്പ് എന്നാണ്. അപ്പോൾ രണ്ടിനും വേറെ വെക്കണ്ട. അപ്പോൾ വെദർ ഹി വുഡ് കം ആൻഡ് ഹെൽപ്പ് ഹിം മീൻസ് ഹിം ആവും ടു ഡു ദ ഹോംവർക്ക്. അപ്പോൾ ടു ഡു എന്നുള്ള ടു ഡിഡ് എന്നാക്കുമോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കാൻ വേണ്ട. ടു ഡു എന്നുള്ള ടു ഇൻഫിനിറ്റീവ് ആണ്. ഇൻഫിനിറ്റീവ് പോലെ പാസ്റ്റൻസ് ആക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതിന് ഉത്തരം ദ ബോയ് ആസ്ക്ഡ് ഹിസ് ഫ്രണ്ട് വെദർ ഹി വുഡ് കം ആൻഡ് ഹെൽപ്പ് ഹിം ടു ഡു ദ ഹോംവർക്ക്.
ചോദ്യം ചോദ്യമല്ലാതായി മാറും. റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചോദ്യം ചോദ്യമല്ലാതായി മാറും. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ റിപ്പോർട്ട് വെർബ് കഴിഞ്ഞുകൊണ്ട് ഈഫ് അല്ലെങ്കിൽ വെദർ ഉപയോഗിക്കണം. കൊട്ടേഷനുള്ള വാചകം അതിന് നേരെ കറസ്പോണ്ടിങ് പാസ്റ്റ് ടെൻസ് ആക്കണം. എടുക്കുമ്പോൾ വിൽ കം എന്തായി മാറി, വുഡ് കം ആയി മാറി. സബ്ജക്റ്റ് മുമ്പിലേക്ക് വന്നു. ചോദ്യം ചോദ്യമല്ലാതാവണമെങ്കിൽ സബ്ജക്റ്റ് മുമ്പിലേക്ക് വരണം. ചോദ്യം ആവണമെങ്കിൽ സബ്ജക്റ്റ് മുമ്പ് സഹായിക്കണേ വരണം. അത് നമുക്കറിയാലോ മുമ്പ് തന്നെ. ദ പാസഞ്ചർ ആസ്ക്ഡ് ദ മാൻ, ഈസ് ദ ട്രെയിൻ റണ്ണിങ് ഓൺ ടൈം? ട്രെയിൻ സമയത്ത് തന്നെയാണ് ഓടുന്നത്, ലേറ്റ് ഉണ്ടോന്ന് ചോദിക്കുന്നത്. ദ പാസഞ്ചർ ആസ്ക്ഡ് ദ മാൻ വെദർ അല്ലെങ്കിൽ ഈഫ് ദ ട്രെയിൻ ഈസ് റണ്ണിങ് എന്നായി മാറും, വാസ് റണ്ണിങ് ഓൺ ടൈം. വെദർ ദ ട്രെയിൻ ഇടുന്നു, ഈസ് റണ്ണിങ് പോയിട്ട് വാസ് റണ്ണിങ് ആയി ഓൺ ടൈം. അടുത്ത ചോദ്യം. അപ്പൊ പിന്നെ നിങ്ങൾ ചോദ്യം വേണ്ട, ചോദ്യം ചോദ്യമല്ലാതായി മറക്കരുത്. റിപ്പോർട്ട് ചെയ്താൽ ചോദ്യം ചോദ്യമല്ലാതായി. അത് വെദർ ഇറ്റ് ഈസ് എ വേവേഡ് ക്വസ്റ്റ്യൻ or whether it is a yes or no question, the question will become a statement. ചോദ്യം ചോദ്യമല്ലാതായി ഒരു അസർട്ടീവ് സെന്റൻസ് ആയി മാറും. രാമ said to his brother, did you finish the work yesterday? ഇന്നലെ നീ എൻ്റെ പണി പൂർത്തിയാക്കിയോ? ഡിഡ് ഫിനിഷ് എന്നുള്ളത് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റിന്റെ പാസ്റ്റ് ടെൻസ് എന്താ? പാസ്റ്റ് പെർഫെക്റ്റ് ആക്കണം. ദ ഹാവ് ഡൺ പ്രസന്റ് പെർഫെക്റ്റും പാസ്റ്റ് പെർഫെക്റ്റ് ആയി ഹാഡ് ഡൺ ആയി. അതേപോലെ തന്നെ ഡിഡ് ഫിനിഷ് എന്നത് ഫിനിഷ്ഡ് എന്നാണ്, അത് സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റിനെ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കണം. അപ്പോൾ സെഡ് എന്നുള്ളത് ആസ്ക്ഡ് ആക്കി, യു എന്നുള്ളത് വെദർ അല്ലെങ്കിൽ ഈഫ് വെച്ചു, യു എന്നുള്ളത് ഹി ആയി. ഡിഡ് ഫിനിഷ്ഡ് ആണ്, ഫിനിഷ്ഡിന്റെ പാസ്റ്റ് ടെൻസ്. ഹാഡ് ഫിനിഷ്ഡ് എന്നാണ് the work. The last day, yesterday the last day, tomorrow the next day, day after tomorrow after 2 days, day before yesterday before 2 days. അങ്ങനെയൊക്കെ മാറ്റി വരും. Once again, Rama said to his brother, Rama asked his brother whether or if he had finished. എങ്ങനെ had finished? did ഇങ്ങോട്ട് വന്നു. അപ്പോൾ did finish എന്ന് പറഞ്ഞാൽ finished എന്നാണ്. കാരണം സബ്ജക്റ്റ് ഇങ്ങോട്ട് വരണം, സഹായകരം ഇങ്ങോട്ട് പോകണം. അപ്പോൾ ചോദ്യം ഉണ്ടാവുള്ളൂ. ഡിഡ് ഫിനിഷ്ഡിന്റെ പാസ്റ്റ് ടെൻസ് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഹാഡ് ഫിനിഷ്ഡ് ദ വർക്ക് യെസ്റ്റർഡേ. ദ ലാസ്റ്റ് ഡേ യെസ്റ്റർഡേ ദ ലാസ്റ്റ് ഡേ ആയി മാറും, കഴിഞ്ഞ ദിവസം. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഞാൻ 4 എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ എക്സാമ്പിളുകൾ നിങ്ങൾ ആവർത്തിച്ച് എഴുതി പഠിക്കുക. അടുത്ത ക്ലാസ്സിലാവുമ്പോഴേക്കും നിങ്ങൾക്ക് ഇത് തറവാവണം. അങ്ങനെ വരുമ്പോൾ കൂടുതൽ എക്സാമ്പിൾ കാണുമ്പോൾ നമുക്ക് അത് കണ്ടിട്ട് എഴുതാൻ സാധിക്കും. അതല്ല നിങ്ങളിത് ആവർത്തിച്ച് എഴുതുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നതല്ല. മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും നിങ്ങളിത് ആവർത്തിച്ച് എഴുതി പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ ലളിതമായി ഇത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇന്നത്തോടു കൂടി നമുക്ക് റിപ്പോർട്ടിംഗ് സ്പീച്ച് ശരിക്കും അവസാനിക്കുകയാണ്. ആദ്യം അസർട്ടീവ് സെന്റൻസ് പറഞ്ഞു, പിന്നെ ഇമ്പരേറ്റീവ് സെന്റൻസ് പറഞ്ഞു, പിന്നെ എക്സ്ക്ലമേറ്ററി സെന്റൻസ് പറഞ്ഞു, പിന്നെ ക്വസ്റ്റ്യൻസ് 2 തരം, വേവേഡ് ക്വസ്റ്റ്യനും യെസ് ഓർ നോ ക്വസ്റ്റ്യനും. ഇൻ ദ ലാസ്റ്റ് ക്ലാസ് ഐ ടോൾഡ് യു സംതിങ് അബൌട്ട് വേവേഡ് ക്വസ്റ്റ്യൻ ആൻഡ് today I told you something about yes or no question. yes or no question എന്ന് പറഞ്ഞാൽ അറിയില്ല, സഹായക്രിയകൾ വെച്ച് തുടങ്ങുന്ന ചോദ്യങ്ങളാണ് yes or no question. എത്ര സഹായക്രിയകളാണ്? 11 പ്രൈമറി ഓക്സിലറി വെർബും 13 മോഡൽ ഓക്സിലറി വെർബും കൂടി 24 സഹായക്രിയകളാണ് ഉള്ളത്. അതും കൂടി നിങ്ങൾ ഇപ്രാവശ്യം പഠിക്കണം. ഏതൊക്കെയാണ് സഹായക്രിയകൾ? ബി രൂപം, ഡു രൂപം, ഹാവ് രൂപം, അങ്ങനെ 11 പ്രൈമറി. വില്ലേജ് ആരും മേ ക്യാൻ പരിചയമുള്ളതാണ്. അതിൻ്റെ ഏട്ടന്മാരായിട്ടുള്ള വുഡ്, ഷുഡ്, മൈറ്റ്, ഫുഡ് 8 മസ്റ്റ്, ഡയർ, നീഡ്, ഓർഡർ ടു, യൂസ് ടു. ഞാൻ മുമ്പ് എഴുതി തന്നിട്ടുണ്ട്. ഓക്സിലറി വെർബ് പഠിപ്പിക്കുക എഴുതി തന്നിട്ടുണ്ട്. അത് നല്ലപോലെ ഇടയ്ക്കിടയ്ക്ക് റഫ്രഷ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ഇംഗ്ലീഷിലെ ഗ്രാമറിൽ കുറേ കൂടി അറിവുണ്ടാക്കുക. താങ്ക് യു. ക്ലാസ് ശ്രദ്ധിച്ചവർക്കെല്ലാം നന്ദി, നമസ്കാരം. എൻ്റെ ക്ലാസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.